പബ്ലിക് കേരള ചാനലിൽ നമ്മുടെ ഖാദർ ഭായ് മിനിഞ്ഞാന്ന് രാത്രി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സ്കൂൾ പോകവേ 4 പേർ വണ്ടിയിൽ വലിച്ചു കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. 11 വയസ്സുകാരിയുടെ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത്. ബേക്കൽ സ്റ്റേഷന്റെ പരിധിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. 11 വയസ്സുകാരി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ക്യൂരിയോസിറ്റി തോന്നുമല്ലോ നമുക്ക്, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവും കൂടി നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും ഈ ഒരു കേസ് നിങ്ങളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഖാദർ ഭായ് ചെയ്ത വീഡിയോൻ്റെ കുറച്ചധികം ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട്, ഞാൻ കുറച്ച് ക്യൂരിയസ് ആണ് ഈ ഒരു കേസിൽ. ഇനി അത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ വ്യൂവേഴ്സിന് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ. രാവിലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് 4 ആളെ ഇടവയിൽ വെച്ച് എന്നെ പേടിപ്പിച്ച് കത്തി അടിച്ചിട്ട് പേടിപ്പിച്ച്. ഈ ഇടവഴി എന്ന് പറയുന്നത് മോള് ഈ സ്കൂളിലേക്ക് പോകുന്നത് ഒരു ഇടവഴിയിലൂടെയാണ് അല്ല? ഓക്കെ. ഇടവയിൽ വെച്ച് 4 ആള് കത്തി അടിച്ച് ഭീഷണിപ്പെടുത്തി. 4 പേര് കത്തി കാണിച്ചു. അതായത് മോളിങ്ങനെ വരുമ്പോ 4 പേര് അവിടെ നിൽക്കുന്നുണ്ട്. 4 പേര് നിൽക്കുന്ന കണ്ടു. ഞാൻ ഇതിൽ നടന്നു പോകുമ്പോൾ 4 ആളെ കത്തിയടിച്ച് പേടിപ്പിച്ച്. ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതിൽ അത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കി നടന്നിട്ട് പോകുമ്പോൾ അതിൽ ആ ലെറ്ററിലുണ്ടായത് ഐ ലവ് യു എന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ബാക്കോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. അവിടെ ഈ 4 പേരും കാണുന്നില്ല. ഈ 4 പേരും കാണുന്നില്ല. അല്ല, മോള് കുറച്ച് ദൂരെ എത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. പക്ഷെ ആരും അവിടെ കാണുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ 11 വയസ്സുകാരി വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മദ്രസ സ്കൂൾ ഒരു സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയം ഈ പറഞ്ഞ യൂഷ്വൽ 8 മണി 9 മണി 10 മണി ആയിരിക്കില്ല, അതിലും കുറച്ച് നേരത്തെ ആയിരിക്കും. അപ്പോൾ ആളുകൾ റോട്ടിലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഈ കുട്ടിയെ കാത്ത് കത്തി പിടിച്ച് ഈ ലെറ്റർ കൊടുക്കാൻ വേണ്ടി 4 പേരവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഈ പറഞ്ഞ സ്കൂളിലേക്കുള്ള പോക്ക് കൃത്യമായിട്ട് അറിയുന്ന, ഈ വഴിയിൽ ഇത്ര സമയത്ത് ഈ കുട്ടി എത്തുമെന്ന് അറിയുന്ന 4 പേരായിരിക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് ഈ കുട്ടിക്ക് ഈ ലെറ്റർ കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഇനി ഇവിടെ ആള് വരാം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഓടിപ്പോയതായിരിക്കണം. അപ്പം അറിയാം, വഴി അറിയാം, ഈ കുട്ടിയെ അറിയാം, കുട്ടി സ്കൂളിൽ മദ്രസയിൽ പോകുന്ന ടൈം അറിയാം, ആ വഴിയിൽ ഏത് സമയത്ത് ആളുകൾ വരും വരില്ല എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള 4 പേര്. ഈ 4 പേര് കൂടിയാണ് ഈ ക്രൈം ചെയ്തിട്ടുള്ളത്. ബാക്കിയാണ് ഈ 4 പേരിൽ ആരും അവിടെ ഇല്ല. പിറ്റേ ദിവസം ഉമ്മ കൊണ്ടാക്കിയത് മദ്രസയിലേക്ക്. പിറ്റേ ദിവസം പോയിട്ട് ഉമ്മേനോട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, എന്നെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ ഇതാക്കിയിട്ട് അന്ന് ഇതേപോലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ചാനലിൽ. അതുകൊണ്ട് ഉമ്മ വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടാ. അത് മോളുടെ ജ്യേഷ്ഠന്മാര് തമ്മിൽ കുറച്ച് വിഷയങ്ങൾ, അങ്ങനെ ആരെങ്കിലും ജ്യേഷ്ഠന്മാരോടുള്ള ശത്രുതയിൽ ചെയ്തിട്ടുണ്ടാകാം എന്ന് കരുതി. അപ്പോൾ ഉമ്മ അത് വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടാ. എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് വരുന്നത് എവിടെയാണ്, സ്വന്തം മകള് വന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കത്തി കാണിച്ച് 4 പേരെന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിലൊരു ലെറ്റർ തന്നു, ഞാൻ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ ഉമ്മ തിരിച്ചു കൊടുത്ത റിപ്ലൈ, നിന്റെ ജ്യേഷ്ഠന്മാരോടുള്ള ദേഷ്യത്തിലായിരിക്കണം അവരങ്ങനെ ചെയ്തത്. അപ്പം ആര് ജ്യേഷ്ഠന്മാർ എന്ന് പറയുന്ന വ്യക്തികളോട് ഇത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും, അതായത് ജ്യേഷ്ഠന്മാരോടുള്ള വൈരാഗ്യവും ദേഷ്യവും 11 വയസ്സുള്ള ആ ജ്യേഷ്ഠന്മാരുടെ പെങ്ങളോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിലേക്ക് നയിക്കാൻ അവിടെ വേറൊരു ഇൻസിഡൻറ്റ് ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട്. അത് ഉമ്മാക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ഉമ്മ കുട്ടിയോട് പറഞ്ഞത് നിന്റെ ജ്യേഷ്ഠന്മാരോടുള്ള വൈരാഗ്യവും ദേഷ്യവും കൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ആദ്യം ഇതിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ ജ്യേഷ്ഠന്മാരുടെ കാര്യം കൃത്യമായിട്ട് അവിടെ അന്വേഷിക്കണം. ഈ ജ്യേഷ്ഠന്മാരാര്, ജ്യേഷ്ഠൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ജ്യേഷ്ഠന്മാരോട് ആർക്കാണ് ഇവിടെ ദേഷ്യമുള്ളത്, അങ്ങനെ ദേഷ്യം വരാൻ മാത്രം എന്ത് പ്രശ്നമാണ്. ഒരാളുടെ പെങ്ങളെ കത്തി കാണിച്ച് പേടിപ്പിച്ച് ആ കുട്ടി സ്കൂളിൽ പോകുന്ന വഴിക്ക് അതിനെ വണ്ടിയിൽ കയറ്റിയിട്ട് അതിനെ പീഡിപ്പിക്കാൻ മാത്രം ഉള്ള ഒരു എന്ത് പ്രശ്നമാണ് ഈ ഏട്ടനുമായിട്ട് ഈ വ്യക്തികൾക്കുള്ളത്. കാരണം ഉമ്മ ക്ലിയർ ആയിട്ട് പറയും, വേറെ ഒന്നും ഉമ്മ പറയുന്നില്ല. ഉമ്മ ക്ലിയർ ആയിട്ട് പറയുന്നത് നിന്റെ ഏട്ടന്മാരായിട്ട് പ്രശ്നമുള്ള വ്യക്തികളായിരിക്കാം.
ഇതാണ് പറയുന്നത്. ഇതിന് മുമ്പും ഈ കുട്ടിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്കെതിരെയോ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഏട്ടന്മാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മേ ബി ഇനി ഉമ്മാനോടാണെങ്കിലും ഞാൻ പറയുന്നത് ആ ഉമ്മ എത്ര കാഷ്വലായിട്ട് എടുത്തേന്നാ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കുട്ടി പറയുമ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ എന്ത് ചെയ്യണം? ഓക്കെ, ഉമ്മാക്ക് തോന്നുകയാണ് ഏട്ടന്മാരോടുള്ള പ്രശ്നം കൊണ്ടാണ്, അപ്പോൾ ആ ഏട്ടന്മാരെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഒപ്പം, അല്ലെങ്കിൽ കുട്ടീനെ വിടരുത്, കത്തി കാണിച്ച് പേടിപ്പിച്ച് പിന്നെ ഉമ്മ എങ്ങനെ കുട്ടീനെ വിടും? എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഈ ഉമ്മയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് തീരെ എടുക്കാതെ അത് ഏട്ടന്മാരെ പ്രശ്നം കൊണ്ട് ആരെങ്കിലും മറ്റേ പ്രതികാരം തീർക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടിയുടെ അവസ്ഥ എന്തായി? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം പിന്നെ നടന്നു. എന്നെ അതിലുണ്ടായ രണ്ടാള് എന്നെ കാറിൽ കയറ്റി ഇതേപോലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും രണ്ടുപേരും അടുത്തായതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴി എന്നെ വണ്ടിയിലേക്ക് കയറ്റി. ബ്ലാക്ക് താറ് വണ്ടി മോള് കണ്ടാൽ തിരിച്ചറിയോ ഈ ബ്ലാക്ക് താറ്? ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. ആദ്യം ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലേ? വണ്ടി ബ്ലാക്ക് താറിൽ രണ്ടാളുണ്ടായിന്. ആ രണ്ടാളെന്നെ പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇട്ട്. ബ്ലാക്ക് താർ. അപ്പൊ എന്തായാലും ഈ താറാകുമ്പോ ബാക്ക് ഡോറൊന്നുമില്ല, സീറ്റ് മടക്കിയിട്ട് ബാക്കിലേക്ക് ഇട്ടത്. അയാൾ ഇറങ്ങിയിട്ട് വന്നിട്ട് അല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് മുള പിടിച്ച് നേരെ ബാക്കിലിട്ട്, എന്നിട്ട് ബാക്ക് സീറ്റിലേക്ക് തന്നെ അയാൾ വന്നു. അങ്ങനെ മോൾ തന്നെ പറഞ്ഞു. ഈ വണ്ടി കണ്ടാ തിരിച്ചറിയും മോള്? ഫ്രണ്ടിലാണോ? ഫ്രണ്ട് മിററിൽ ഫാത്തിമ എഴുതിട്ടുണ്ട്. 2 പേരുണ്ടായിരുന്നു ആ വണ്ടിയിൽ. എന്നിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോയി ഈച്ചിലിങ്കാൽ സ്കൂളിൽ കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് അവിടെ. ഏത് സ്കൂളിന്റെ? ഈച്ചിലിങ്കാൽ സ്കൂളിന്റെ കുറച്ച് ബാക്കില് വണ്ടി നിർത്തിയിട്ട് കാറോട്ടുന്നുണ്ട്. അയാളെ ബാക്കിൽ വന്നിട്ട് ബാക്കിലുണ്ടായാൽ മുമ്പിൽ പോയി വന്നു. അവളോട് മോശമായ പലതും ചെയ്തു. അത് കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ആവർത്തിച്ചു. 3 പ്രാവശ്യം ഇതേപോലെ ചെയ്തു. അപ്പോൾ ഈ 2 പേര് തന്നെയായിരുന്നു ഇതേപോലെ ചെയ്തത്. ലാസ്റ്റത്തെ ദിവസം, 4ാമത്തെ ദിവസം ലാസ്റ്റത്തെ ദിവസം 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞിന്. പക്ഷെ ഞാനത് ചുരുട്ടി അയാളെ മുഖത്തേക്ക് ഇറങ്ങി ഞാൻ ബസ്സിൻ്റെ അടുത്ത് കൂടി. എത്ര രൂപ തന്നു? 1000 രൂപ മോൾക്ക് തന്നു. പക്ഷെ ഞാനത് വാങ്ങിയിട്ട് അത് ചുരുട്ടി അയാളെ മുഖത്തേക്ക് തന്നെ ഇരുന്നിട്ട്. ഓക്കെ, കുട്ടി വളരെ ക്ലിയർ ആയിട്ട് നടന്ന സംഭവങ്ങൾ നറേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വണ്ടി, ആ വണ്ടിയിൽ എന്ത് പേര് എഴുതിയിട്ടുണ്ട്, ഏത് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് കുട്ടി പറയുന്നുണ്ട്. മുഖത്ത് കർച്ചീഫ് കെട്ടിയത് കൊണ്ട് മാത്രം ഈ കുട്ടിക്ക് മുഖം കംപ്ലീറ്റ്ലി വിസിബിൾ ആയില്ല. പക്ഷേ ഈ കർച്ചീഫ് കെട്ടി ഒരാളെ കാണിച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയെ. ആ വ്യക്തിയെ ഇപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ആദ്യം 2 പേര്, പിന്നെ അത് 4 പേരാവുന്നു. അതിനുശേഷം ഈ കുട്ടിയെ 2 പ്രാവശ്യം ഇതേപോലെ കൊണ്ടുപോയിട്ട് വരി വൃത്തികേട് ചെയ്യുന്നു. ആക്ച്വലി ഈ കുട്ടി ആ ഞെട്ടലിൽ, ആ പേടിയിലോ ഇത് വീട്ടുകാരോട് പറയില്ല. പക്ഷെ ഞാൻ അവിടെയും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ഓൾറെഡി കത്തി കാണിച്ച് പേടിപ്പിച്ചൊരു ഇൻസിഡൻറ്റ് വീട്ടിൽ പറയുന്നു. പിന്നെ അതിനുശേഷം ഈ കുട്ടി ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്രയും മൃഗീയമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്ത് വരുന്ന മാറ്റങ്ങൾ ഈ ഉമ്മ കണ്ടാൽ മനസ്സിലാക്കണ്ടേ? കുട്ടിയുടെ സ്വഭാവത്തിൽ വരുമ്പോൾ ആ മാറ്റങ്ങൾ ആ ഉമ്മയ്ക്ക് മനസ്സിലാവാതിരുന്നതാണ്. എനിക്കിവിടെ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ഡൗട്ടുണ്ട് എനിക്ക്. അതായത് ഈ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ കുട്ടി ആക്രമിക്കപ്പെടും ഇന്ന വ്യക്തികളിൽ നിന്ന് എന്നുള്ളത്. അല്ലാതെ ആ ഉമ്മ ഒരിക്കലും പറയില്ല നിൻ്റെ കാക്കാമാരോടുള്ള പ്രശ്നം കൊണ്ടാണ് നിൻ്റെ നേരെ ഇങ്ങനെ വന്നത്, അങ്ങനെ ആയിരിക്കാം. ആ കുട്ടിയോട് അത് ഒരിക്കലും പറയില്ല. സോ ദേ ആർ എക്സ്പെക്റ്റിങ് സംവൺ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. കുട്ടി ഇത്രയും മോശം കണ്ടീഷനിൽ വീട്ടിൽ വരുമ്പോൾ അത് ഉമ്മക്ക് മനസ്സിലാവാനായിട്ടാണോ, അതോ മനസ്സിലായിട്ട് ഓക്കെ ഇത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താണ് അവിടെ വിഷയം എന്നുള്ളതിന് ഇതിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, പിന്നെ ഈ 1000 രൂപ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നു. 1000 രൂപ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നതിൻ്റെ
എനിക്കറിയില്ല അത് പേടിപ്പിച്ച് പുറത്ത് പറയരുത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മോഡസ് ഓഫ് ബ്രാൻഡ് ചിലപ്പോൾ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ പേടിപ്പിക്കാം. ഇല്ലെങ്കിൽ വിഷ്വൽസ് കാണിക്കാം. ഈ കുട്ടീനെ ഇനി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നു ഒരാളത്, അപ്പോൾ കുട്ടി പേടിച്ച് പോയി, അതുകൊണ്ട് വീട്ടിൽ പറയുന്നില്ല എന്നുള്ളത്. അതായത് ആ ഫോണിൽ ചിലപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലോ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ കുട്ടി മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 1000 രൂപ കൊടുത്തതിൻ്റെ കാരണം അതെന്തുകൊണ്ടാണ് അവർ 1000 രൂപ വെച്ച് കൊടുക്കുന്നത്? എനിക്ക് അവിടേക്ക് ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഭീഷണി മോള് ഉമ്മാനോട് പറഞ്ഞു, മോള് പോകുമ്പോൾ ഉണ്ടായിരുന്ന. പക്ഷെ പിന്നീട് നടന്ന കാര്യങ്ങൾ മോള് ഉമ്മാനോടോ ബാക്കിയുള്ളവരോടോ പറയാത്തതിൻ്റെ കാരണം എന്താ? അത് ഈ രണ്ടാമത്തെ ആളേല് മൊബൈൽ ഫോൺ ഉണ്ടായിന്, അതുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് വീഡിയോ മറ്റും എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടാ. ഓക്കെ, അപ്പോൾ ഈ കുട്ടീൻ്റെ ഭാഗത്ത് നിന്ന് അത് തന്നെയാണ്. അതായത് മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തത് ഈ കുട്ടിക്ക് ഇനി സംശയമാണ്, വീഡിയോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പേടി തന്നെയാണ്, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ കുട്ടി. പക്ഷെ ഇത് കഴിഞ്ഞ് ലേറ്റർ ഓൺ ഈ കുട്ടി പോയിട്ട് ഇത് ഉമ്മാടെ സിസ്റ്ററിനോട് പറയുന്നുണ്ട്. ഉമ്മാനോട് പറയാം, അതല്ല ഉമ്മാനോടല്ല പറയുന്നത്, ഉമ്മാടെ സിസ്റ്ററിനോടാണ് പറയുന്നത്. ഓക്കെ, മോളെ ഈ വലിച്ചു കൊണ്ടുവന്ന സമയത്ത് മോളെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടാവില്ലേ? പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉമ്മ കണ്ടിരുന്നില്ലേ? മുട്ട പൊട്ടിയിട്ട് കൈക്ക് കുറെ കലകളുണ്ട്, നല്ല കുറെ കലകളുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ ഉമ്മ കണ്ടിരുന്നില്ലേ? കണ്ടിനി. ഞാന് ബസ്സിൽ കയറുമ്പോ കള്ളം പറഞ്ഞു. ഇവരെ പേടിച്ചിട്ടാണ് മോൾ അങ്ങനെ പറയാനുള്ള കാരണം. കുട്ടി കള്ളം പറഞ്ഞു എന്ന് പറയുന്നത് ബസ്സിൽ കയറുമ്പോൾ വീണ പാടുകളാണ് ഇത് എന്നാണ് കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മ നമ്മുടെയൊക്കെ വീട്ടിലെ പാരൻസ് അല്ലെങ്കിൽ നമ്മളൊരു പാരൻ്റ് ആണെങ്കിൽ നമ്മൾ അന്വേഷിക്കും അത് ഏത് ബസ്സിൽ കയറുന്ന വഴിക്കാണ് വീണേ. കുട്ടി പറഞ്ഞത് നടന്നു പോകുന്നു സ്കൂളിലേക്ക്, ഇനി ഓക്കെ ബസ് ഇറങ്ങി നടന്നു പോകുന്നു അതായിരിക്കാം. പക്ഷെ എന്നാലും ബസ്സിൽ കയറുന്ന വഴിക്ക് കുട്ടി വീണു എന്ന് പറയുമ്പോൾ ഏത് ബസ്സിൽ നീ കയറി, ഏത് ബസ് സ്റ്റാൻഡിൽ എവിടെ വെച്ചാൽ നീ വീണേ, എങ്ങനെയാണ് വീണേ? ബസ്സിൽ കയറുന്ന വഴിക്ക് നീ വീണതാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചോദിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഒരു ലോജിക്ക് എനിക്കിതിൽ തോന്നുന്നില്ല. ഈ ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് എനിക്ക് ഒട്ടും അതിലൊരു സെൻസ് വരുന്നില്ല എനിക്ക്. ഓക്കെ, കുട്ടിയുടെ ഭാഗത്തുനിന്ന് കുട്ടി വെരി ക്ലിയർ ആണ്, കുട്ടിക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കുട്ടിക്ക് അറിയാം. പക്ഷേ ആസ് എ പാരൻറ്റ് അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞ് നല്ല ആക്റ്റീവുള്ള കുഞ്ഞാണ്. എല്ലായിടത്തും വീട്ടിൽ വന്നാലും ഒരു മിനിറ്റ് അടിഞ്ഞിട്ടിരിക്കില്ല. ഓട്ടവും ചാട്ടലും കളിയും ചിരിയും ഒന്നും പൊട്ടിക്കും. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് നമ്മളെ വീട്ടിൽ വന്നപ്പോൾ ഈ കുഞ്ഞിന് അങ്ങനത്തെ ഒരു പ്രകൃതിയല്ല. കുഞ്ഞിൻ്റെ കോലം തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ പറയുന്ന കുഞ്ഞിക്ക് ഒരുപാട് വെപ്രാളം. ഒരു കല്യാണം ഉണ്ടായിരുന്നു ജൂൺ 23-ാം തീയതി പാലക്കുന്ന് ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ ഞങ്ങൾ ഈ കുട്ടിയും ഞാനും കുട്ടീൻ്റെ ഉമ്മാവെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയിട്ട് പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞിക്ക് ഒരു വെപ്രാളം പോലെ ഇങ്ങനെ കളിക്കുമ്പോൾ ഉമ്മ പറഞ്ഞ് വെള്ളം കുടിക്കുക, പിന്നെ അങ്ങനെ ഒന്ന് കളിക്കണ്ട പറഞ്ഞിട്ട് കുഞ്ഞിനെ പേടിപ്പിച്ച്. അപ്പോൾ ഇവള് ചിന്തിക്കുന്നില്ല ഈ കുഞ്ഞിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു സംഭവമാണിത്. അങ്ങനെ ഉമ്മാവും അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ആരത് ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ കുട്ടീൻ്റെ പ്രകൃതം കാണുമ്പോൾ. നമ്മൾ വിചാരിക്കുന്ന ഈ കുട്ടീൻ്റെ ആട്ടത്തേക്ക് ഇതേപോലെ ഒരു അസ്വസ്ഥത വന്നപ്പോൾ നമ്മളത് ചികിത്സിച്ചിട്ട് അത് വേദന അപ്പോൾ അതുപോലെ ഇവൾക്കായിരിക്കുമോ എന്ന് പറയുന്നൊരു ഡൗട്ട് നമുക്ക് വന്നു. അങ്ങനെ ഉസ്താദിനൊക്കെ കാണിച്ചു. ഉസ്താദ് പഠിക്കാനൊന്നുമില്ല എന്ന് ഉസ്താദും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോള് ഇത് നല്ലോണം വാച്ച് ചെയ്ത്, എൻ്റെ മൂത്ത മോള്. അപ്പോൾ ഇവളെ മൂത്ത ജ്യേഷ്ഠത്തിനോട് ഈ കുഞ്ഞിൻ്റെ ഏട്ടത്തിനോട് വിളിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട്, അതെന്തായാലും അറിഞ്ഞേ പറ്റൂന്ന് എൻ്റെ മോള് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിയും ഉമ്മാവും ഈ കഴിഞ്ഞ 13-ാം തീയതി ശനിയാഴ്ചൻ്റെ അന്ന് ഈ കണ്ണൂരിൽ തളിപ്പറമ്പിലുള്ള വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുഞ്ഞിൻ്റെ ജ്യേഷ്ഠത്തി രാത്രി കുഞ്ഞിനോട് എല്ലാം രഹസ്യമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഇതെല്ലാം കുഞ്ഞ് പറയുന്നത്. ഇതിൽ വ്യക്തമായ കാര്യം, വീട്ടിലെ ഉമ്മ ഒട്ടും ഇത് കെയർ ചെയ്തിട്ടില്ല. ഒട്ടും ആ ഉമ്മ ഈ കുട്ടിയുടെ കേസ് കെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓടിപ്പിടിച്ച് ചെല്ലുന്നത് ഈ കുട്ടി എന്തോ ഇതിനു മുമ്പ് ആ വീട്ടിൽ ആർക്കോ ഇതേപോലെ ഒരു എന്താ പറയുക ഓവർ ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ മാറ്റം കാണുമ്പോൾ ഓവറായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക്. ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ
ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ക്ലിയറായിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഈ 4 പേര് യൂസ് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ വീട്ടുകാരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും ഈ കാദർബായുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇവരുടെ റിലേറ്റീവാണ്. കുട്ടിയുടെ ചേച്ചിയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതും ഈ റിലേറ്റീവിൻ്റെ മകൾ ചോദിച്ചപ്പോഴാണ് ചേച്ചി ഓക്കെ മനസ്സിലാക്കുന്നത്. ഇവരുടെ വീട്ടിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നത്തിൻ്റെ വഴി പിടിച്ചിട്ടാണ് ഈ പെൺകുട്ടിയിലേക്ക് ഇത്ര അതിക്രൂരമായിട്ടുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് ചെയ്യുന്ന രീതിയിൽ 4 പേരെത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു പോലീസുകാർ ആ രീതിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ മേ ബി ഇതിനൊരു ക്ലൂ കിട്ടും. ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ടല്ലോ, പിന്നെ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യം കുട്ടി പറയുന്നുണ്ട്. നോർമലി ഇപ്പോൾ എല്ലാ കേസിലുള്ള പോലെ മൊബൈൽ ടവർ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സ്ഥലത്ത് ഏത് മൊബൈൽ നമ്പറാണ് ആക്റ്റീവായിട്ടുള്ളത് അത് നോക്കിയാൽ തന്നെ ഏകദേശം ആ ചങ്ങാതി ഇപ്പോൾ കർച്ചീഫ് കെട്ടി മുഖം കാണിച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി ഇയാളെന്ന് പറഞ്ഞ ആ വ്യക്തിയും ഒരു ടവറിനടിയിലാണോ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ CCTV ക്യാമറയും ക്യാമറയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ താറ് പോയ വഴികൾ, ഫാത്തിമ എന്നുള്ള പേര് താറിന് മുകളിലുണ്ട്. സംഗതി പിടിക്കാവുന്ന കേസേ ഉള്ളൂ ഇത്. പക്ഷെ പിടിച്ചില്ലെങ്കിൽ സംതിങ് ഫിഷി. പക്ഷെ വളരെ നല്ല രീതിയിൽ ബേക്കൽ പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ആണ് പെണ്ണെന്നൊന്നുമില്ല, ഇവിടെ ആരും സേഫല്ല. ഒരു മനുഷ്യൻ ഇവിടെ സേഫല്ല. നമ്മളെയൊക്കെ ഏതെങ്കിലും ഒരു വഴി കൂടി അപകടത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ആളുകളുണ്ടേ. ഓക്കെ, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സേഫായിട്ടിരിക്കാൻ നമ്മളൊന്ന് കരുതിയിരിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.